തിരുവചനം തിരുമന്ദിരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥന ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ തിവാത്സല്യമായ സർവ്വസുധാംനാഥ അടുത്ത അങ്ങനെ മഹാകരുണയിലും കൃപയിലും കർത്തായ വർഷത്തിൻ്റെ ദിവസം വരെ അടിയിലെ ഓരോരുത്തരെയും കാത്തുരുവാച്ചുവാൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം കർത്താവേ. കർത്താവെ, അങ്ങയുടെ കൃപയിൽ കർത്തായ വർഷം ആരംഭം മുതൽ ഈ നിമിഷം വരെ അടിയുന്നത് തിരിഞ്ഞ് അത്ഭുതകരമായി അവിടുന്ന് അങ്ങയെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും വഴി നടത്തുകയും ആപത്തനത്ത് അസ്വസ്ഥ അനാരോഗ്യത്തിൽ നിന്നൊക്കെ വിടിച്ച് നിലനിർത്തിയ അവൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. ഈ സമയത്ത് അങ്ങനെ സനയിൽ ഒരുമിച്ചായിരിക്കാൻ തന്നിരിക്കുന്ന അവൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം കർത്താവെ. ഇന്നത്തെ ശുശ്രൂഷ അങ്ങയുടെ പൊൻകരൾ സാർപ്പി കർത്താവ്. അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യത്താൽ അവിടുന്ന് അടിയങ്ങളെ വഴി നടത്താൻ പ്രാർത്ഥിക്കുന്ന കർത്താവ്. അങ്ങയുടെ സാന്നിധ്യത്താൽ കർത്താവ് അടിയൻ്റെ ശബ്ദത്തോട് വാക്കുകളോട് വചസ്സനോടുണ്ടായിരിക്കും കർത്താവ്. ഏറ്റവും ലളിതമായ സ്ഫുടതയോടെ കർത്താവെ വചനമാണ് ജനത്തിൽ എത്തിക്കുവാനും കർത്താവ് വചനത്തിൽ അവരെ ബലപ്പെടുത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ ജനം അങ്ങ് അടിയൻ അങ്ങയുടെ ബലഹീനരാണ് കർത്താവെ. ബലപ്പെടുത്തുന്ന അങ്ങയുടെ കൃപ അവിടുന്ന് കൂടെ ഇരുന്ന് വഴി നടത്താൻ പ്രാർത്ഥിക്കുന്നത്. ഏറ്റവും അനുഗ്രഹപൂർണ്ണമായ എല്ലാ കാര്യങ്ങളും ഒരുക്കുവാൻ അവിടുന്ന് സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ പല പ്രവർത്തന മേഖലകളിലും നമുക്ക് തീഷ്ണത ഉള്ള പ്രവർത്തനങ്ങൾ കാണുവാനിടയായാലും, പ്രത്യേകിച്ചും നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൻ്റെ പല ആവശ്യങ്ങൾക്കായാലും കുഞ്ഞുങ്ങളുടെ പല കാര്യങ്ങൾക്കായാലും തീഷ്ണതയോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒരു കാര്യത്തിന് തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ എത്ര വലിയ തടസ്സങ്ങളുണ്ടായാലും പ്രയാസങ്ങളുണ്ടായാലും പ്രതിസന്ധികളുണ്ടായാലും അത് നിറവേറ്റുന്നിടം വരെ അതിൻ്റെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് എങ്ങനെ നിറവേറ്റുവാൻ കഴിയുമുള്ള തീഷ്ണമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു കാലയളവിലാണ് നാം ഓരോരുത്തരും. പ്രത്യേകിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാകുമ്പം നമുക്ക് തീഷ്ണത അല്പം കൂടെ വർദ്ധിച്ചിരിക്കും. കാരണം അവരുടെ പ്രത്യേക പഠിത്ത കാര്യമായാലും അവരുടെ മുമ്പോട്ടുള്ള ജീവിത സാഹചര്യങ്ങൾക്കായാലും നാം മാതാപിതാക്കളായ അതിൻ്റെ ഓരോ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കത്തക്കോണം നാം ഓരോരുത്തരും പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ ഈ പ്രവർത്തന മേഖലയിൽ നാം നോക്കുമ്പോൾ ഇന്ന് ഈ തീഷ്ണത കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലൗകികമായ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് ലൗകികമായ പല നേട്ടങ്ങൾക്ക് വേണ്ടിയും പല കാര്യങ്ങൾ നിവൃത്തിയാക്കുവാൻ വേണ്ടി ഉള്ള തീഷ്ണമായ ചിന്തകളും പ്രവർത്തനങ്ങളുമാണ് കാണുന്നത്. കർത്താവിൻ്റെ കാലയളവിൽ അത് കഴിഞ്ഞ് അപ്പോസ്തലന്മാരുടെ ജീവിതങ്ങളിൽ നാം നോക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ തീഷ്ണമായ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹം ഇത്രമാത്രം പടർന്നു പന്തലിക്കുവാനും ഇത്രമാത്രം അനേകരെ ആകർഷിക്കുവാനും അവരുടെ ജീവിതത്തിൽ കർത്താവ് ആരെന്ന് കണ്ടെത്തുവാനൊക്കെ മുഖാന്തരം ഒരുക്കിയത്. ഇന്ന് പലപ്പോഴും നാമായിരിക്കുന്ന സഭകളും ശുശ്രൂഷകളും പ്രാർത്ഥനാ കൂട്ടായ്മകളൊക്കെ ഏത് സാഹചര്യമായാലും അതൊക്കെ ഒരു സാമൂഹ്യമായ ഒരു കൂട്ടായ്മയായി മാറിയിരിക്കുന്നു. അതിലാത്മീയമായ പേരുണ്ടെങ്കിലും ഒരു സാമൂഹ്യ കൂട്ടായ്മയായിട്ട് മാറിയിരിക്കുന്നു. കടന്നു വരണം, സംബന്ധിക്കണം, പോകണം. അതിൽ കൂടുതൽ ആ കൂട്ടായ്മ എത്രമാത്രം ഫലവത്താക്കുവാൻ കഴിയുമോ, അല്ലെങ്കിൽ ആ കൂട്ടായ്മയിൽ കൂടെ അതിൽ സംബന്ധിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തുവാൻ കഴിയുമോ, കർത്താവിൻ്റെ സാന്നിധ്യം, സാമീപ്യം, വിടുതലും ആശ്വാസവും എങ്ങനെ അനുഭവമാക്കുവാൻ കഴിയുമോ എന്നുള്ള ചിന്തകളോ പ്രവർത്തനങ്ങളോ വിരളമായിട്ടാണ് കാണുന്നത്. തന്മൂലം ഇന്ന് നാം നോക്കുമ്പോൾ അനേക സഭകളിലായാലും ശുശ്രൂഷകളിലായാലും പ്രാർത്ഥനാ കൂട്ടായ്മകളിലായാലും കുഞ്ഞുങ്ങളുടെ പങ്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുവാൻ ഇടയായപ്പോൾ കേരളത്തിലെ ചില ദേവാലയങ്ങളിൽ ഇന്ന് 9ാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ സൺഡേ സ്കൂളിൽ പോലും പിള്ളേരില്ലെന്നുള്ള സാഹചര്യങ്ങൾ വന്നിരിക്കുന്നു. എന്തുകൊണ്ട്? നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇഴുകിച്ചേർന്ന്, സമൂഹത്തിൽ ഇഴുകിച്ചേർന്ന് ഇന്ന് ക്രൈസ്തവ സമൂഹത്തിന് യഥാർത്ഥമായി ഒരു വ്യത്യാസമില്ല, അതിനൊരു പേര് പോലും ഇല്ലാത്ത അവസ്ഥയിലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ട് ക്രൈസ്തവ സമൂഹം എന്ന് പറയുമ്പോൾ അവരുടേതായ പ്രവർത്തന ശൈലിയായാലും അവരുടെ കുടുംബങ്ങളായാലും കുഞ്ഞുങ്ങളായാലും എപ്പോഴും ഒരു വ്യക്തിയെ കാണുമ്പോൾ ഇവനൊരു ക്രിസ്ത്യാനി കുടുംബത്തെയാണെന്ന് പറയത്തക്കോണം ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ കാണുവാൻ ഇടയായിട്ടുണ്ട്. ഇന്ന്
നാം സമൂഹത്തിൽ ഇഴുകിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ മറ്റ് ചുറ്റുപാടും നടക്കുന്ന എല്ലാവിധ സമ്പ്രദായങ്ങളിലും പങ്കുചേർന്ന് ഇന്ന് ക്രൈസ്തവ സമൂഹം യഥാർത്ഥത്തിൽ അവരുടെ വ്യത്യാസമില്ലാത്തൊരു അവസ്ഥയായി മാറിയിരിക്കുന്നു. ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത അവസ്ഥയായി മാറിയിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ യഹോവയായ ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ വിട്ടുവന്ന മിസ്രൈം ദേശത്ത് പോലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന കനാൻ ദേശത്തെ പോലെ അതിലിഴുകിച്ചേരാതെ ഞാൻ നിങ്ങളെ വഴി നടത്തിയ വിധങ്ങൾ ഓർത്ത് നിങ്ങളുടേതായ വ്യത്യാസം നിലനിർത്തണമെന്നാണ് പറയുന്നത്. ഇന്ന് നാം ഈ ദിവസങ്ങളിൽ കൊയ്ത്തു പെരുന്നാളൊക്കെ കൊണ്ടാടുമ്പോൾ യഥാർത്ഥത്തിൽ ആ കൊയ്ത്തു പെരുന്നാളിൻ്റെ യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്കാതെ ആ സാമൂഹ്യ മേഖലകളിലുള്ള ആ പെരുന്നാളിലേക്ക് നാം ഇഴുകിച്ചേർന്ന് എന്തിന് ദേവാലയത്തിനുള്ളിൽ പോലും ഇന്ന് അത് കടന്നുകൂടിയിരിക്കുന്നു. അത് ചില വ്യക്തികളോടൊപ്പം ചോദിക്കുമ്പോൾ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ പാരമ്പര്യം മനസ്സിലാക്കണമെന്നാണ്. പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നാം ഈ കുഞ്ഞുങ്ങളെ നമ്മുടെ സാമൂഹ്യ പാരമ്പര്യങ്ങൾ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുമ്പോൾ യഥാർത്ഥമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് എങ്ങനെയാണ് വഴി നടത്തിയെന്നുള്ള പാരമ്പര്യം എത്രമാത്രം നിലനിർത്തുവാനോ അല്ലെങ്കിൽ അവരെ മനസ്സിലാപ്പിക്കുവാൻ നാം പരിശ്രമിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളാകുന്ന കാലം മുതൽ, അതായത് സൺഡേ സ്കൂൾ പോകുന്ന കാലം മുതൽ അവർ 12 വരെ പഠിക്കുന്നത് യാഥാർത്ഥ്യം തന്നെ. അനേകമായ കോമ്പറ്റീഷനുകൾ എല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ യഥാർത്ഥമായി അവർക്ക് ദൈവവുമായിട്ട് എത്രമാത്രം ബന്ധമുണ്ടെന്ന് നാം മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് ദാനമായി തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു പൗലോസ് പോലെയോ ഒരു തിമോത്തിയോസ് പോലെയോ കർത്താവിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുവാൻ എഴുന്നേൽക്കണമെന്ന്. നമ്മുടെ പ്രാർത്ഥനകൾ എന്താണ്? ആൽബർട്ട് ഐൻസ്റ്റൈനോ അല്ലെങ്കിൽ അപ്രകാരം പേര് കേട്ട സയൻറ്റിസ്റ്റോ മറ്റു വ്യക്തികളെ പോലെ ആകുവാനാണ് നമ്മുടെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും. പക്ഷേ ഇന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർത്താവ് ദൈവം എന്ന് പറയുന്നത് തീഷ്ണതയുള്ള ദൈവമാണ്. ദൈവത്തിൻ്റെ ഓരോ പര്യായം എന്ന് പറയുന്നത് തീഷ്ണൻ എന്നാണ്. അപ്പോൾ ആ തീഷ്ണതയുള്ള ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് എത്രമാത്രം തീഷ്ണതയുണ്ടെന്നൊന്ന് നാം ചിന്തിക്കാം. കൊലോസ്യ ലേഖനം 3:23 ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്ന പോലെയല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. ഇത് യഥാർത്ഥത്തിൽ നാം ഒരു നിമിഷം ഇന്നത്തെ നമ്മുടെ ആത്മീയ മേഖലകൾ നാം നോക്കുകയാണെങ്കിൽ ഇന്ന് ജനത്തെ പ്രീതിപ്പെടുത്തത്തക്കോണമുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ മേഖലകളിലും കാണുവാൻ ഇടയാകുന്നത്. ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു മാനസാന്തരത്തിൻ്റെ ദൂതുകൾ നൽകുകയാണെങ്കിൽ അതിനെ സ്വീകരിക്കുവാൻ അധികം ആർക്കും കഴിയുകയില്ല. എന്തിന്? സഭാഭേദമില്ലാതെ അനേക ശുശ്രൂഷകൾ തളച്ചു വളരുന്നുണ്ടെങ്കിലും അവിടെയും ഇന്ന് അനുഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഗോസ്പെൽസ് ആണ് കേൾക്കുവാൻ ആഗ്രഹം. ഒരു മാനസാന്തരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ എവിടെയാണ് വീഴ്ചകളെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ശുശ്രൂഷകളും സഭകളും ആകുമ്പോൾ അവിടെ ജനത്തിന് അത്രമാത്രം സ്വീകാര്യമല്ല. അത് നയിക്കുന്ന വ്യക്തികളെ സ്വീകാര്യമല്ല. എപ്പോഴും കുത്തി പറയുന്ന വാക്കുകൾ നിന്നാണ് കേൾക്കുവാൻ ഇടയാകുന്നത്. ആ കുത്ത് നിനക്കില്ല. നിന്റെ ജീവിതത്തിൽ അനുഭവമാക്കുന്നുണ്ടെങ്കിൽ പ്രിയ സഹോദര സഹോദരി ഒരു കാര്യം മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ അത് കാണിച്ചു തരികയാണ് എവിടെയാണ് നിന്റെ കുറവെന്ന്. നമുക്ക് ആ തീഷ്ണതയുള്ള ഇന്ന് സഭകളും ശുശ്രൂഷകളിലേക്കും പങ്കുചേരുവാൻ പലർക്കും കഴിയാതെ പോകുന്നത് ആ തീഷ്ണതയുള്ള ശുശ്രൂഷകളും സഭകളിലും എപ്പോഴും ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായും ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിനായി വഴി നയിക്കുന്ന വാക്കുകളും വചസ്സുകളുമായിരിക്കും കേൾക്കുവാൻ ഇടയാകുന്നത്. ഇവിടെ എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യർക്കെന്ന പോലല്ല ദൈവത്തിനെന്ന പോലെയാകുമ്പോൾ അവിടെ പാകപ്പിഴകൾ വരുവാൻ സാധ്യതയില്ല. ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാൻ നാം പരിശ്രമിക്കും. അല്ലാതെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നാം കാട്ടിക്കൂട്ടുന്ന ഒരു പ്രവർത്തനമാകുകയില്ല. അവിടെയാണ് നമ്മുടെ ജീവിതത്തിലൊരു മാറ്റത്തിൻ്റെ ആവശ്യം. ഞാനും നിങ്ങളും ഇന്ന് ശുശ്രൂഷകളിലും സഭ ആരാധനകളും സംബന്ധിക്കുമ്പോൾ മനുഷ്യർക്കെന്ന പോലെയല്ല, മനുഷ്യരെ കാണിക്കുവാനല്ല, എങ്കിലോ എൻ്റെ ദൈവത്തോട് ഒരല്പം കൂടെ അടുക്കുവാൻ ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ ആരാധന എങ്ങനെ മുഖാന്തരമായി തീരുമെന്ന് നാം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായി തീഷ്ണതയുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മെ വഴി നടത്തുവാനിടയാ. അപ്രകാരമുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും അതിലേക്ക് നയിക്കുവാൻ ഇടയാക്കും. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവരുടെ കനാൻ ദേശത്തിലേക്ക് കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ആ കാലയളവിൽ
അവരെ വീഴ്ത്തത്തക്കോണം, പാപത്തിലേക്കും അവരെ യഥാർത്ഥമായ ദൈവത്തിൽ നിന്ന് അകറ്റത്തക്കോണം മോവാബ്യ സ്ത്രീകൾ പരിശ്രമിച്ച് അനേകരെ വീഴ്ത്തിയ സാഹചര്യങ്ങളിൽ യഹോവയായ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുകയും അവിടെ അനേകരെ കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യം കടന്നു വന്നിരിക്കുകയായിരുന്നു. ആ സമയത്ത് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സമാഗമന കൂടാരത്തിന് മുൻപിലിരുന്ന് മോശ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അവിടേക്ക് ഒരു മിദ്യാന സ്ത്രീയെ കൂട്ടിക്കൊണ്ടിരുന്ന ഒരു ഇസ്രായേലിയനെ അഹ്റോന്റെ വംശാവലിയിലുള്ള ഒരുവൻ അവനെ വെട്ടിക്കൊല്ലുക മാത്രമല്ല ഉന്മൂലനാശമാക്കുന്നതായിട്ട് കാണുന്നു. അതിൻ്റെ പ്രതികരണമായി നാം മുമ്പോട്ട് പോയി സംഖ്യാപുസ്തകം 25:11-12 വായിക്കുമ്പോൾ ഞാൻ എൻ്റെ തീക്ഷ്ണതയിൽ ഇസ്രായേൽ മക്കളെ സംഹരിക്കാതിരിക്കേണ്ടതിന് പുരോഹിതനായ അഹരോന്റെ മകനായ എലായാസാറിന്റെ മകൻ ഫിനഹാസ് അവന്റെ ഇടയിൽ എനിക്ക് വേണ്ടി തീക്ഷ്ണതയുള്ളവനായി എന്റെ ക്രോധത്തെ ഇസ്രായേൽ മക്കളിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു. ആകയാൽ ഇതാ ഞാൻ അവന് എന്റെ സമാധാന ഉടമ്പടി നൽകുന്നു. എന്തുകൊണ്ട്? അപ്രകാരം ഒരു ഇസ്രായേലിയൻ മിദ്യാന്യ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ അവരെ രണ്ടുപേരെയും കൊല്ലുക മാത്രമല്ല, അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെയാണ് ഉന്മൂലനാശമാക്കുന്നത്. അത് ദൈവസന്നദ്ധയിൽ ഒരു തീഷ്ണതയുടെ മുഖാന്തരമായി തീർന്നു. അവിടെ എത്രയോ അല്ലാതെ ഇസ്രായേൽ മക്കളുണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ പുരോഹിത വർഗത്തിൽപ്പെട്ട എത്രയോ പേരുണ്ടായിരുന്നായിരിക്കും. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ പ്രവർത്തനം ദൈവം മാനിക്കുക മാത്രമല്ല, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു സമാധാനത്തിൻ്റെ ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നു. അതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ അവൻ തന്റെ ദൈവത്തിനു വേണ്ടി തീക്ഷ്ണതയുള്ളവനായി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചതുകൊണ്ട് അത് അവനും അവന്റെ സന്തതിക്കും നിത്യപൗരോഹിത്യത്തിന്റെ ഉടമ്പടിയാകുന്നുവെന്ന് നീ പറയണം. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ പ്രതികരണം, നമ്മുടെ തീഷ്ണതയുള്ള പ്രതികരണം. ഇന്ന് പലപ്പോഴും ദേവാലയങ്ങളും കൂട്ടായ്മകളിലും ശുശ്രൂഷകളിലൊക്കെ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ കാണുമ്പോഴും നാം മൗനമായിരിക്കുന്ന അവസ്ഥ. നമ്മൾ എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാതെ പോകുന്നതെന്ന് നാം നോക്കുകയാണെങ്കിൽ അവിടെ പ്രതികരിച്ചാൽ നാളെ ചിലപ്പോൾ നമ്മെ സഭയിൽ നിന്ന് പുറത്താകും, കൂട്ടായ്മയിൽ നിന്ന് പുറത്താകും. കാരണം ചോദ്യം ചെയ്തുകൊണ്ട്. അപ്പോൾ ജനപ്രീതിക്ക് വേണ്ടി ഇന്ന് നിലകൊള്ളുന്ന ഒരു സമൂഹത്തെയാണ് നാം കാണുന്നത്. എങ്കിലോ യഹോവയായ ദൈവം ആഗ്രഹിക്കുന്ന തീഷ്ണതയുള്ള ജനത്തെ ഉയർത്തുവാനാണ്. കാരണം കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി തീഷ്ണതയുള്ളവരായി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ അനേകർക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഇടയാകുകയും ദൈവം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളതെന്ന് നാം ചിന്തിക്കണം. ഇന്നത്തെ കാലയളവിൽ നാം നോക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. സെക്യുലറിസം എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ സെക്യുലറിസം പ്രതിയോഗിയുടെ ഒരു വലിയ പ്രവർത്തനമാണ് നാം മനസ്സിലാക്കാതെ പോകുന്നത്. ഇന്ന് ആ നാമത്തിൽ ഇന്ന് ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ ക്രൈസ്തവ ദേശങ്ങൾ പോലും അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു, സെക്യുലറിസം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് കാലത്തിൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ ഇന്ന് ഉണർന്ന് തീഷ്ണതയോട് പ്രവർത്തിക്കേണ്ട ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ 2ാം വരവിനായി ലോകം ഒരുങ്ങണമെങ്കിൽ കർത്താവിൻ്റെ പ്രവർത്തന മേഖലയിലിരിക്കുന്ന ഓരോരുത്തരും കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നവരായി, തീഷ്ണതയുള്ളവരായി തീരണം. കർത്താവ് മാത്രമേ എൻ്റെ ദൈവമുള്ളെന്ന് പറയത്തക്കോണം. കർത്താവിൻ മാത്രം കൂടെ നമുക്ക് മനസ്സാന്തരവും നിത്യത ജീവനുണ്ടെന്ന് പറയത്തക്കോണം നാം ഉയരണം. ഇന്ന് പലപ്പോഴും അത് കഴിയാതെ പോകുന്നത് നാം ആയിരിക്കുന്ന സാമൂഹിക മേഖലകളിൽ എല്ലാവരെയും പ്രീതിപ്പെടുത്തത്തക്കോണം പ്രവർത്തനമായി തീരുമ്പോൾ അവിടെ നടക്കുന്ന ഓരോ ആഘോഷങ്ങളും നാം ഇഴുകിച്ചേരുന്ന അവസ്ഥയായി മാറിയിരിക്കുന്നു. നാം അറിയാതെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ മക്കൾ ചെയ്ത തെറ്റ് തന്നെയാണ് നാം ചെയ്യുന്നത്. അവർ കടന്നു വന്ന് അവരോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വന്ന മിസ്രൈം ദേശത്തോ അല്ലെങ്കിൽ അവർ കടന്നു പോകാൻ വന്ന കനാൻ ദേശത്തോ അല്ലെങ്കിൽ അവർ കടന്നു വന്ന ആ സാഹചര്യത്തിലുള്ള ദേവന്മാരിലേക്ക് മടങ്ങിപ്പോരുന്ന ആ പ്രകാരം ഒരു മടക്ക് പ്രവർത്തനം വന്നപ്പോഴാണ് യഹോവയുടെ ക്രോധം ജ്വലിച്ച് അവിടെ അപ്രകാരം യഹോവയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. മുമ്പോട്ട് വായിക്കേണ്ട സങ്കീർത്തനം
69:9 വായിക്കുമ്പോൾ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത നിന്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ തിന്നുകളഞ്ഞു. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണിരിക്കുന്നു. എൻ്റെ മേൽ വീണു. ആലയത്തെ പറ്റിയുള്ളൊരു തീക്ഷ്ണത. ആലയത്തെ പറ്റി തീക്ഷ്ണത എന്ന് പറയുമ്പോൾ ഇന്ന് ഒരു സഭയുടെ കാര്യങ്ങളിലിരിക്കുന്ന ആലയം പിടിച്ചടക്കുന്നതല്ല പ്രിയ സഹോദര സഹോദരി. ആലയത്തെ പറ്റിയുള്ള തീക്ഷ്ണത എന്ന് പറയുമ്പോൾ എന്നെ ആക്കി വെച്ചിരിക്കുന്ന ആലയത്തിൽ, എന്നെ ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷകളിലും സഭകളിലും ഇടവകളിലും ഇന്ന് ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ആരായാലും, സഭാ തലവന്മാരായാലും ഇടയശ്രേഷ്ഠന്മാരായാലും അതിനേരെ എഴുന്നേൽക്ക് നിന്ന് സംസാരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. തെറ്റിനെ തെറ്റെന്ന് പറയാനുള്ള ചങ്കൂറ്റമുള്ളപ്പോഴാണ് തീക്ഷ്ണതയുള്ളവരായി തീരുന്നത്. ഇന്ന് പലപ്പോഴും അത് കഴിയാതെ പോകുന്നത് നാം എല്ലാവരുടെയും പ്രീതി വാത്സല്യം സ്വീകരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. എന്തിന്? മറ്റുള്ളവരിത് കേൾക്കുന്നതല്ലേ പ്രാർത്ഥിക്കുക, അവർ വേണമെങ്കിൽ ചെയ്തു കൊള്ളട്ടെ. പക്ഷേ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വർദ്ധിച്ചു വരികയിൽ അന്യായം ഉണ്ടാകുമ്പോൾ നീ എന്തുകൊണ്ട് പ്രതികരിക്കുന്നു? കാരണം അത് നിന്നെ തൊടുന്നത് കൊണ്ട്. അപ്രകാരം ക്രൈസ്തവ മേഖലയിൽ, ആത്മീയ മേഖലകളിലും അപ്രകാരം ഒരു പ്രതികരണത്തിൻ്റെ ആവശ്യമാണ് ഇന്ന് ലോകത്തിൽ ആവശ്യമായിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4:34 ഈ കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി പൂർത്തിയാക്കുന്നതാണ് എന്റെ ആഹാരം. കർത്താവ് ദൈവപുത്രനായിട്ടും ദൈവ സമാനമായിട്ടും പറയുന്നത് എന്നെ അയച്ച പിതാവിൻ്റെ പ്രവർത്തനം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം. അല്ലാതെ ലോകത്തിൻ്റെ പല കാര്യങ്ങൾ ചെയ്ത് പ്രീതിപ്പെടുത്തുന്നതല്ല. ദൈവത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ അല്പം കാശ് കൊടുത്തോ അല്ലെങ്കിൽ സമ്പാദ്യം കൊടുക്കുന്നതല്ല. ദൈവത്തിന് വേണ്ടി നിലകൊള്ളും. തെറ്റിനെ തെറ്റെന്ന് പറയുവാനുള്ള ചങ്കൂറ്റമുള്ളപ്പോഴാണ് ദൈവം എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ മേഖലകളിൽ എടുത്ത് ഉപയോഗിക്കാൻ ഇടയാക്കുന്നത്. ഗലാത്യ ലേഖനം 4:18 ഇപ്രകാരമാണ് പൗലോസ്ലീഹ പറയുന്നത്. ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും സൽപ്രവൃത്തി തീക്ഷ്ണത കാണിക്കുന്നത് നല്ലതന്നെ. ഗലാത്യ സഭയുടെ ആദ്യ കാലങ്ങളിലൊക്കെ വലിയ തീക്ഷ്ണതയോടെ പ്രവർത്തിച്ച മക്കളായിരുന്നു. പക്ഷേ കാലോചിതമായ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലും വന്നപ്പോൾ ആ തീക്ഷ്ണതയ്ക്ക് മാറ്റം വന്നതുകൊണ്ടാണ് പൗലോസ്ലീഹ സഭയോട് പറയുന്നത്, ഞാൻ പൗലോസ്ലീഹ ഉള്ളപ്പോൾ മാത്രമല്ല പൗലോസ്ലീഹയുടെ അഭാവത്തിലും നിങ്ങൾ ആ തീക്ഷ്ണതയോട് പ്രവർത്തിക്കുന്ന ഒരു സഭയായി നിലനിൽക്കൊള്ളണമെന്ന്. അതായത് എല്ലാ സൽപ്രവൃത്തിയും തീക്ഷ്ണത കാണിക്കുന്നവരായി തീരണം. 1 കൊരിന്ത്യർ 14:12 ഇപ്രകാരമാണ് പൗലോസ്ലീഹ പറയുന്നത്. അതുപോലെ നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരായതിനാൽ സഭയുടെ ആത്മീയ അഭിവൃദ്ധിക്ക് ഉതകുന്ന വരങ്ങൾക്കായി ഉത്സാഹിക്കുവിൻ. ഇവിടെ യഥാർത്ഥത്തിൽ ആത്മവരങ്ങളെ പറ്റി പൗലോസ്ലീഹ പറയുമ്പോൾ ഇന്ന് അനേകർക്ക് ആത്മവരങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷേ അത് യഥാർത്ഥത്തിൽ നാം നോക്കുമ്പോൾ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്കും സ്വന്തമായ ഔന്നത്യത്തിലേക്ക് അവരെ നയിക്കുവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ, ഒരു സഭയുടെ ഔന്നത്യത്തിന് വേണ്ടിയുള്ള ആത്മവരങ്ങൾ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് കുറവാണ്. അതായത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരാനുള്ള ആത്മവരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കൾ കുറവാണ്. അതായത് എനിക്ക് എന്തെങ്കിലും ആത്മവരങ്ങൾ തന്നെങ്കിൽ അത് എൻ്റെ മഹത്വത്തിനായി, എൻ്റെ പ്രവർത്തനത്തിനായി തീരേണ്ട കാര്യങ്ങൾ. പക്ഷേ ഇവിടെ എത്ര വ്യക്തമായിട്ടാണ് പൗലോസ്ലീഹ അത് സഭയുടെ വളർച്ചയ്ക്കുള്ള ആത്മവരങ്ങൾക്കായി നാം പ്രാർത്ഥിക്കണം. കൊലോസ്യ സഭയുടെ ഒരു കാര്യം വ്യക്തമായ 1:29 പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഇതിനായി ഞാൻ എന്നിൽ ബലത്തോട് വ്യാപരിക്കുന്ന അവന്റെ ശക്തിക്ക് തക്കവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ആ കൊലോസ്യ സഭയോട് പറയുന്നത് യഥാർത്ഥത്തിൽ കൊരിന്ത്യ സഭയോട് പറയുന്നതിന് വ്യത്യസ്തമായ, തനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മവരങ്ങളിൽ അനേകമായ പ്രതിസന്ധികളുണ്ടെങ്കിലും അത് സ്വയമായി ആ ബലത്തിൽ പോരാടിക്കൊണ്ട് സഭയെ വളർത്തുവാനുള്ള പരിശ്രമമാണ് അവിടെ കൊലോസ്യ സഭയോട് പറയുന്നത്. തീത്തോസിന്റെ ലേഖനത്തിൽ 2:14 ഇപ്രകാരം പറയുന്നുണ്ട്. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനത്തെ തനിക്കായി ശുദ്ധീകരിക്കേണ്ടതിന് തന്നെ തന്നെ നമുക്കായി സമർപ്പിച്ചു. കർത്താവിനെ പറ്റി എത്ര വ്യക്തമായിട്ടാണ് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്.
അതായത് പട്ടുപോകുന്ന ജനസമൂഹത്തെ വീണ്ടെടുക്കത്തക്കോണം സ്വയം യാഗമായി ക്രൂശിന്മേൽ അർപ്പിക്കപ്പെട്ട ആ കർത്താവ് എന്തിനാണ് അപ്രകാരം ചെയ്തത്? അത് പറയുന്നത് അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവർത്തികൾ ശുഷ്കാന്തി. ശുഷ്കാന്തിയും തീഷ്ണതയും യഥാർത്ഥത്തിൽ ഒരേ അർത്ഥമുള്ളൊരു കാര്യമാണ്. നിരന്തരമായി നന്മകൾ ചെയ്യുവാൻ, നിരന്തരമായ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അപ്രകാരം ഉള്ള വ്യക്തികളായി നാം തീരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തൻ്റെ ജനം ശുഷ്കാന്തിയുള്ളവരായി പ്രവർത്തിക്കുന്നത്, സൽപ്രവർത്തികൾ പ്രവർത്തിക്കുന്നവർ കർത്താവിനെ അനേകർക്ക് കാണിച്ചു കൊടുക്കുന്ന പ്രവർത്തനത്തിലേക്കാണ് നയിക്കുവാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 12:11 ഇപ്രകാരം വ്യക്തതയോട് പറയുന്നത് ഉത്സാഹം എപ്രകാരമുള്ള ഉത്സാഹമായിരിക്കണമെന്ന്. ഉത്സാഹത്തിൽ അലസതയില്ലാതെ ആത്മാവിൽ തീക്ഷ്ണതയുള്ളവരായി കർത്താവിനെ സേവിക്കുവിൻ. കർത്താവിനെ അലസതയില്ലാത്തൊരു ജീവിതം. പള്ളി 8 മണിക്ക് ആരാധന ആരംഭിക്കുമെങ്കിൽ നാം 8:30-9 മണിക്ക് ചെല്ലുകയാണെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, അങ്ങനെ ആരാധനകളിൽ കടന്നുപോയിട്ട് നിങ്ങൾക്കൊന്നും ലഭ്യമാകുകയില്ല. കാരണം നിനക്ക് ജീവിതത്തിലൊരു തീഷ്ണതയില്ല. ദൈവത്തിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി തീഷ്ണത ഉള്ളവൻ 8 മണിക്കെന്ന് പറഞ്ഞാൽ 7:45 അവിടെ കടന്നു വരണം. എന്താണ് എനിക്ക് ആ ആരാധന മനോഹരമാക്കുവാൻ ചെയ്യുവാൻ കഴിയുന്നതെന്ന് ചിന്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കാൻ ഒന്നുമില്ലെങ്കിലും അവിടുന്ന് വേറിട്ടിരുന്ന ഒരു 15 നിമിഷം പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ, കർത്താവേ, ഇന്ന് നിന്റെ ദിവ്യമായ സാന്നിധ്യത്താൽ ഈ ആരാധനയെ അനുഗ്രഹിക്കണമേ, നിന്റെ കൃപകൾ നിറഞ്ഞ് ഈ ആരാധന നയിക്കുന്ന വ്യക്തിയെ നീ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയും. അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക സാന്നിധ്യത്തിൻ്റെ നിറവ് മാത്രമല്ല, അവിടെ കടന്നു വരുന്നവർക്ക് കർത്താവിനെ അനുഭവിക്കുവാനുള്ള സാഹചര്യവും സാവകാശവും ഒരുക്കപ്പെടും. പക്ഷെ ഇന്ന് പലപ്പോഴും നാം ചെല്ലുന്നത് തിരശ്ശീല മാറ്റി അവിടെ പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുർബാന ആരംഭിക്കുമ്പോഴേക്കായിരിക്കും നാം ചെല്ലുന്നത്. എന്തുകൊണ്ട്? മറ്റെല്ലാ കാര്യത്തിലും എനിക്കും നിങ്ങൾക്കും തീഷ്ണതയുണ്ട്. ഔദ്യോഗിക രംഗത്തൊരു മീറ്റിങ്ങിന് 12 എന്ന് പറഞ്ഞാൽ 11:30 അവിടെ ചെല്ലും. പക്ഷേ ആ ദേവാലയത്തിൽ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കാണ് നാം കടന്നു വരുന്നത്. ഇതല്ല കർത്താവ് നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഒരു വീക്ഷണത്തിന് മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. തീഷ്ണതയോട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി നാം തീരണം. മുമ്പോട്ട് വായി എഫേസ്യ ലേഖനം 5:18 ഇപ്രകാരമാണ് പറയുന്നത്: വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, ആത്മാവിനാൽ നിറയുവിൻ. ഇന്ന് പലപ്പോഴും നമുക്ക് സാമൂഹ്യ മേഖലകളിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭയങ്കര തീഷ്ണതയാണ്. പക്ഷേ ആത്മീയ മേഖലകളുടെ പ്രവർത്തനങ്ങൾ കടന്നു വരുമ്പോൾ, അതിനായി ഒന്ന് ഉറച്ചു നിൽക്കുവാൻ പറയുമ്പോൾ, തൻ്റെ ഇടത്തോടെ നിൽക്കുവാൻ പറയുമ്പോൾ, അവിടെ നമുക്കത് കഴിയുകയില്ല. മറ്റെല്ലാ പ്രവർത്തനത്തിലും നമുക്ക് മുന്നെടുത്ത് നിൽക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെ എത്ര വ്യക്തമാണ്. ഫെസസ് അവിടെ വീഞ്ഞു കുടിച്ച് മാത്രം എങ്കിലും ആത്മാവിൽ ശക്തരാകുവാൻ വേണ്ടി പറയുന്നു. യോശുവയുടെ പുസ്തകത്തിൽ നമുക്കറിയാം, കാലേബിൻ്റെ ജീവിതത്തെപ്പറ്റി നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ യോശുവയുടെ പുസ്തകം 14:11-12 വായിക്കുമ്പോൾ, മോശെ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്, യുദ്ധം ചെയ്യുവാനും പോകുകയും വരികയും ചെയ്യുവാനും എന്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ആകയാൽ യഹോവ എന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. അനാക്യർ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പും ഉള്ളവയെന്നും നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. 40 വർഷത്തിൽ മരുഭൂയാത്ര കഴിഞ്ഞ് 85-ാം വയസ്സിൽ കാലേബ് പിതാവ് പറയുന്ന കാര്യമാണ്. അതായത് 40 വർഷം മുമ്പ് എനിക്കുള്ള അതേ തീഷ്ണതയാണ് ഇന്നും അനാക്യമല്ലന്മാരെ അവരെ തോൽപ്പിക്കുവാൻ കഴിയുമെന്ന്, അവരോട് എതിർക്കുവാൻ കഴിയുമെന്നുള്ള തീഷ്ണത. എന്തുകൊണ്ട്? കൂടെ ആരുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ഉറപ്പ്. എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ലെന്ന 85-ാം വയസ്സിലും പറയുന്നത് അതാണ്. സമൂഹത്തെ എൻ്റെ സന്നിധിയിൽ തരിക, ഞാൻ അതിനെ വീണ്ടെടുത്തോളൂ. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ യൗവനത്തിലായാലും വാർദ്ധക്യത്തിലായാലും അപ്രകാരം ഒരു തീഷ്ണതയില്ല. കടന്നു വരണം, കടന്നു പോകണം, അത്രമാത്രം. ഒരു റെയിൽ യാത്രയിലെ ബോഗിയിൽ ഒരു സവാരി എന്ന പോലെയായി നമ്മുടെ ജീവിതം. എവിടെയൊക്കെയോ പോകുന്നു, എങ്ങോട്ടോ പോകുന്നു, നമുക്ക് തന്നെ ഒരു ദിശയില്ലാത്ത അവസ്ഥ. ഒരു ക്രൈസ്തവൻ എന്ന് പറയുമ്പോൾ
വ്യക്തമായൊരു ദിശയുണ്ടായിരിക്കണം. ആ ദിശയെന്ന് പറയുമ്പോൾ നിത്യജീവനിലേക്ക്, കർത്താവിൻ്റെ സന്നദ്ധയിൽ നിത്യജീവനിൽ കർത്താവിനോടൊപ്പം ആയിരിക്കുന്നവനായി തീരണം. അതായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ദിശ. അപ്രകാരം നമ്മളെ ഒരുക്കുമ്പോഴാണ് അല്ലേ പിതാവിനെ പോലെ എനിക്കും നിങ്ങൾക്കും പറയും, എന്തു വന്നോളട്ടെ, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി നിലകൊള്ളും. സദൃശ്യവാക്യങ്ങൾ 13:4 എത്ര വ്യക്തമായിട്ടാണ് അത് പറയുന്നത്. കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല, മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല, ഉത്സാഹികളുടെ വാഞ്ചയ്ക്കോ സമൃദ്ധിയായി നൽകപ്പെടും. സമൃദ്ധിയായ ശലോം പിതാവ് എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. മടി പിടിച്ചിരുന്നാൽ ഒന്നും ലഭ്യമാകില്ല. പക്ഷെ തീഷ്ണതയോടെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് അനേക കാര്യങ്ങൾ വീണ്ടെടുക്കുവാൻ കഴിയും. ഏറ്റവും അവസാനം കൊലോസ്യ സഭയോട് പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യം 4:2 പറയുന്ന ഒരു കാര്യത്തോട് ഇത് ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യ സഭ 4:2 ഇപ്രകാരമാണ് തീഷ്ണതയോടെ നിരന്തരമായി പ്രാർത്ഥിക്കണമെന്നാണ്. പലപ്പോഴും ഇന്ന് നമുക്ക് അതാണ് ഇല്ലാതെ പോകുന്നത്. തീഷ്ണത നിലകൊള്ളണമെങ്കിൽ നിരന്തരമായൊരു പ്രാർത്ഥനാ ജീവിതം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാകണം. പക്ഷെ പലപ്പോഴും ഇന്ന് അത് ഇല്ലാതെ പോകുന്നത് ലോകത്തിൻ്റെ പല കാര്യങ്ങളിൽ നാം ഇഴുകിച്ചേർന്ന് ജീവിക്കുമ്പോൾ നാം ദൈവത്തെ മറന്ന അവസ്ഥയിലായിരിക്കുന്നു. ഇന്ന് ഈ നന്മകൾ നാം രുചിച്ചറിയുന്നെങ്കിൽ ദൈവത്തിൻ്റെ കരുണയും കൃപയും വന്നു ധാരമാണെന്ന് നാം മനസ്സിലാക്കാതെ പോകുന്നു. നമുക്ക് ദാനമായി തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ദാനമെന്ന് കർത്താവ് തന്നെ പറയുമെങ്കിലും ഇന്ന് അതിൻ്റെ മേൽ അവകാശം സ്ഥാപിച്ച് അവരെയും എത്രമാത്രം വളർത്തുവാൻ എന്തെങ്കിലും മേലുദ്യോഗസ്ഥനും അങ്ങ് പഠിത്തത്തിലായാലും ഔദ്യോഗിക രംഗത്തായാലും അങ്ങ് ഏറ്റവും ഉന്നത നിലയിലേക്ക് നയിക്കുവാനുള്ള തീഷ്ണമായ പ്രവർത്തനത്തിൽ നാം മറന്നുപോകുന്നത് കർത്താവിന് അവരുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുവാനാണ്. നീ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് നാം ഏത് സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, ഒരു ശുശ്രൂഷ നയിക്കുന്ന വ്യക്തിയായിരിക്കും, ഒരു ഇടവകയിൽ അല്ലെങ്കിൽ ശുശ്രൂഷ അവിടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കും. പക്ഷേ നമ്മുടെ പ്രവൃത്തികൾക്കൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്രകാരം മാറ്റം വരുത്തുകയാണെങ്കിൽ ക്രൈസ്തവ സമൂഹം ഒന്നുകൂടെ എഴുന്നേൽക്കുവാൻ ഇടയാകുക മാത്രമല്ല, കർത്താവിൻ്റെ രണ്ടാം വരവിനെ അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കുവാൻ ഉള്ള വലിയൊരു പ്രവർത്തനമായി തീരുവാൻ ഇടയാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്ത കർത്താവേ, ഞങ്ങൾ ദിവാത്സല്യമായ ചെയ്ത സർവ്വസുധാനാഥ് ഇത്രത്തോളം അടവുന്നു വഴി നടത്തിയ നന്മകൾക്കായ സ്തോത്രം. പ്രാവശ്യകൂടെ തൻ്റെ ജനത്തെ അങ്ങനെ വചനം കർത്താവെ വചനത്തിൻ്റെ പുരോഗതി മനസ്സിലാക്കത്തൊക്കെയാണ് അവിടെ ഇടയാക്കിയിരിക്കുന്നവൻ തീഷ്ണതയുള്ളവരായി ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരായി ഞങ്ങളെ ഏത് മേഖലകളിലായാലും കർത്താവ് അങ്ങേക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിക്കുന്നവരായി തീരുവാൻ അവിടുത്തെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കുറവും ബലയെ ക്ഷമിച്ച കർത്താവെ, എൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ഞങ്ങളെ വഴി നടത്തിക്കൊള്ളണമെന്ന് സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.